ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് കോവളം ബീച്ചിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഞാൻ ഇവിടെ ശരിക്കും പറഞ്ഞാൽ കോവളം ബീച്ചിൽ വന്നത് എന്തിനാണെന്ന് വെച്ചാൽ, കോവളത്തിൻ്റെ സൈഡിൽ വന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി വന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് റൂം കിട്ടിയത് കോവളം ബീച്ചിന് തൊട്ടപ്പുറത്ത് തന്നെയായിരുന്നു. അപ്പോൾ ഹവ എന്ന് പറഞ്ഞ ബീച്ച് റിസോർട്ടാണ് കിട്ടിയത്. അപ്പോൾ ഈ ഒരു ബീച്ചിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയായിരുന്നു. അപ്പോൾ നമ്മളൊക്കെ ഒരു ചെറിയൊരു ബ്രേക്ക് കിട്ടി. അപ്പം നമ്മൾ നേരെ ഇറങ്ങിയതേ കോവളം ബീച്ചിലോട്ട്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് സീസൺ സമയമായിരിക്കുന്നു. സത്യം പറഞ്ഞ സീസൺ സമയമല്ല. ഓക്കെ, പിന്നെ ഗായ്സ് ഞാൻ ശരിക്കും കോവളം ബീച്ചിനെ പറ്റി പറയണ്ടല്ലോ, കാരണം ഇറ്റ് ഈസ് നമ്മുടെ ഫോറിനേഴ്സിൻ്റെ മെയിൻ സ്ഥലമാണ് കോവളം ബീച്ച്. പിന്നെ നിങ്ങൾ ഈ നേരെ കാണുന്നതാണ് ലൈറ്റ് ഹൗസ്. ഇതുണ്ടോ, ഇന്നലെ ആയിരുന്നു ഞാൻ ഫസ്റ്റായിട്ട് ലൈറ്റ് ഹൗസ് ഇങ്ങനെ ലൈറ്റ് അടിച്ച് കാണുന്നത്. ഇന്നലെ രാത്രിയായിരുന്നു നമ്മളിവിടെ എത്തിയത്. അപ്പോൾ ഇന്നലെ ആയിരുന്നു ഞാൻ ഫസ്റ്റായിട്ട് കണ്ടത് ഗൈസ്. ഇങ്ങനെ ലൈറ്റ് ഹൗസുള്ള ബീച്ചിൽ പോയിട്ട് പക്ഷേ ലൈറ്റ് ഹൗസ് ഇങ്ങനെ ലൈറ്റ് വരുന്നത് പോലൊന്നും കണ്ടിട്ടില്ല ഗൈസ്. ഇതുണ്ടോ, ചുറ്റുമുണ്ട്, അങ്ങേ അറ്റം വരെയാണ്. അപ്പുറത്താണ് മറ്റേ ബ്രിട്ടീഷുകാർ പറഞ്ഞ ലൈറ്റ് ഹൗസ് ഉണ്ടായിരുന്നത്. അത് ഞാൻ കണ്ടു, പക്ഷെ അത് ചെറുതായിരുന്നു ഗൈസ്. നമ്മളുടെ ലൈറ്റ് ഹൗസാണ് കേരള കിറ്റി ലൈറ്റ് ഹൗസ്. ബിഗാണ് ഗൈസ്, നമ്മളുടെ സ്വന്തം കേരള ഉണ്ടാക്കിയ ലൈറ്റ് ഹൗസ് ഗവൺമെൻറ്. പിന്നെ ഗൈസ് നമ്മളതേ ഇപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾക്ക് ചെറിയൊരു പരിപാടി ചെയ്യാമെന്ന് വിചാരിച്ചു. കടലമ്മ എന്ന് എഴുതാം. അപ്പോൾ തിരമാല വന്ന് അടിച്ചുകൊണ്ട് പോകുമെന്നൊന്നും അറിയില്ല. പിന്നെ ഗൈസ് ഞാൻ കണ്ടോ, ഇപ്പോൾ എഴുതുന്നത് കണ്ടാൽ അറിയുമോയെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ നല്ല ഹാർഡായിട്ടാണ് എഴുതിയത്. എൻ്റെ ഫുൾ ബലം എടുത്തിട്ടാണ് ചെയ്തത്. കാരണം എന്താ വെച്ചാൽ വെള്ളം അടിച്ച ഭാഗമായിരുന്നു. അപ്പോൾ നല്ല കട്ടി ഉണ്ടായിരുന്നു വെള്ളം. ആ വെള്ളമല്ല മറ്റേ മണ്ണ്. അപ്പോൾ അത് കള്ളിയാണെന്നും കൂടി എഴുതാൻ പോയി, പക്ഷേ വേണ്ടാന്ന് വിചാരിച്ചു. പിന്നെ ഗായ്സ് ഇതാണ് ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, കടലമ്മ ഉണ്ടോ. പിന്നെ ഗായ്സ് ഞാൻ അത് നോക്കി എന്തൊക്കെയോ പറയുന്നുണ്ട് ഗായ്സ്. പിന്നെ നമ്മളുടെ സ്വന്തം കോവളം ബീച്ചിനെ പറ്റി ഒന്നും പറയണ്ടല്ലോ. നമ്മളുടെ സ്വന്തം ഫോറിനേഴ്സിൻ്റെ മെയിൻ സ്ഥലമല്ലേ. USA കാട്ടിലും നമ്മളുടെ ഫോറിനേഴ്സിൻ്റെ ബെസ്റ്റ് സ്ഥലമാണ് ഈ കോവളം ബീച്ച്. കേരളയിലുള്ള USA ആണ് കോവളം ബീച്ച്. കണ്ടോ, ഇപ്പോൾ കുറച്ചേ ഉള്ളൂ ഫോറിനേഴ്സ്. സീസൺ സമയം അല്ലാത്തതുകൊണ്ട്. സീസൺ സമയമാണെങ്കിൽ മോനെ USA ഉള്ള എല്ലാ സ്ഥലത്തേയും ഈ ഫോറിനേഴ്സ് വന്നിട്ട് ഇവിടേക്കാണ് വരിക. പിന്നെ കാശത്ത് കണ്ടോ, കടലമ്മ മായിച്ചോണ്ട് പോയി. ശരിക്കും പറഞ്ഞാൽ ഞാൻ കണ്ടില്ല. അമ്മ കറക്റ്റായിട്ട് എടുത്ത് എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അവിടെ കടലമ്മ എഴുതി തിരുമാല വന്ന് അടിച്ചോണ്ട് പോയി എന്ന് പറഞ്ഞു ഗൈസ്. അപ്പോഴാണ് ഞാൻ കാണുന്നത് ഗൈസ്. പിന്നെ അതുകൊണ്ടോ, അത് കടലമ്മ അപ്പുറത്ത് പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഷോയ്ക്ക് വേണ്ടി അപ്പുറത്തുള്ള ഒരു അങ്കിള് നമ്മൾക്ക് മറ്റേ സർഫിംഗ് ബോർഡ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ ഷോയ്ക്ക് വേണ്ടി പക്ഷെ നല്ല ഇതായിരുന്നു, ബലം വേണമായിരുന്നു, നല്ല ഹാർഡായിരുന്നു. അപ്പം ഞാൻ ഷോയ്ക്ക് വേണ്ടി വെള്ളത്തിൻ്റെ അതുവരെ നടന്നു പോയി. പിന്നെ എന്ത് ചെയ്തെന്നറിയോ, ഞാൻ കാണിച്ചു തരാം. തിരിച്ചിങ്ങോട്ട് തന്നെ വന്നു. കണ്ടോ, ഈ നടന്നു വരുന്നത് BGM ഇട്ട് സ്ലോമോ ആക്കി BGM ഇട്ടതിന് എങ്ങനെ ഉണ്ടാവും ഗൈസ്? സൂപ്പറായിരിക്കില്ലേ? പിന്നെ ഗൈസ് നമ്മളിത് ഈ സർഫിംഗ് ബോർഡ് തന്ന അങ്ങളുടെ അടുത്ത് ഹായ് ഒക്കെ പറയാൻ പറഞ്ഞു. എന്താ പേരെന്ന് ചോദിച്ചപ്പോൾ ഇക്രു എന്നായിരുന്നു. പിന്നെ ആ അങ്കിളിൻ്റെ ചേച്ചിയുടെ മോനും എന്നെപ്പോലെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.